ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു നല്ല ഡോക്ടർ ആകണമെന്നാണ് എല്ലാവരുടെയും സ്വപ്നം. ഒരു ഡോക്ടറിന് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. വെറുമൊരു ഡോക്ടർ ആവാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു ചരിത്രം പറയാം. ലോകത്താദ്യമായി ഹൃദയമാറ്റത്തിനുള്ള ചിന്തകൾ ആരംഭിച്ചത് കുറേ പേരുടെ സ്വപ്നങ്ങളിലൂടെയും ലക്ഷ്യങ്ങളിലൂടെയുമാണ്. അമേരിക്കൻ മെഡിക്കൽ ഗവേഷകനായ സൈമൺ ഫ്ലെക്സ്നർ ഹൃദയമാറ്റത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചവരിൽ ഒരാളാണ്. 1907 അദ്ദേഹം ടെൻഡനീസ് ഇൻ പത്തോളജി എന്ന പ്രബന്ധം എഴുതി. അതിൽ ധമനികൾ, ആമാശയം, വൃക്ക, ഹൃദയം എന്നിവയുൾപ്പെടെ രോഗബാധിതമായ മനുഷ്യാവയവങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ ശസ്ത്രക്രിയയിലൂടെ ഒരു ദിവസം സാധ്യമാകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പ്രബന്ധം ഒരുപാട് പേർ ഗവേഷണത്തിനായി എടുക്കുകയും മറ്റാവശ്യങ്ങൾക്കായി എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം മനുഷ്യധാതുക്കളുടെ ഹൃദയം ലഭ്യമല്ലാത്തതിനാൽ മിസിസിപ്പി മെഡിക്കൽ സെൻ്ററിലെ ജെയിംസ് ഡി ഹാർഡി എന്ന ഡോക്ടർ 1964 ജനുവരി 24 ഒരു ചിമ്പാൻസിയുടെ ഹൃദയം മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിലേക്ക് ശസ്ത്രക്രിയ ചെയ്ത് ചേർത്ത് വെച്ചു. ഹൃദയമിടിപ്പ് പുനരാരംഭിക്കാൻ ഹാർഡി ഒരു ഡിഫിബ്രില്ലേറ്റർ ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഹൃദയം 90 മിനിറ്റ് വരെ പ്രവർത്തിച്ചു എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിലും ബോധം വീണ്ടെടുക്കാതെ രോഗി മരിച്ചു. പിന്നീട് അമേരിക്കൻ ശസ്ത്രക്രിയ വിദഗ്ധരായ നോർമൻ ഷവോയും റിച്ചാർഡ് ലോവറും വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ദക്ഷിണാഫ്രിക്കൻ കാർഡിയാക് സർജൻ ക്രിസ്റ്റിയാൻ ബെർണാർഡാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. 1967 ഡിസംബർ 3 ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ ഗ്രൂട്ട് ഷുവർ ആശുപത്രിയിൽ ലൂയിസ് എന്ന രോഗിയിലേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് നടത്തുകയും ചെയ്തു. 1967 ഡിസംബർ 6 ന്യൂയോർക്കിലെ ബ്രൂക്സിനിലെ മെമഡോഡിസ് ഹോസ്പിറ്റലിൽ അഡ്രിയാൻ കാൻറ്റോവിറ്റ് ലോകത്തിലെ ആദ്യത്തെ ശിശുരോഗ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തി. ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളും പൂവണിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ലോകമെമ്പാടും പ്രതിവർഷം 3500ഓളം ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഡോക്ടറാകാൻ പഠിക്കുന്ന ഓരോ കൂട്ടുകാരും സൈമൺ ഫ്ലെക്സ്നറിനെ പോലെ ഒരു ചെറിയ രോഗത്തിനെങ്കിലും മരുന്ന് കണ്ടുപിടിക്കാനോ പുതിയ ഗവേഷണങ്ങൾ നടത്താനോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ഈ പഠനം വെറുമൊരു ഡോക്ടർ ആകുക എന്നതിലുപരി സൈമൺ ഫ്ലെക്സ്നറിനെ പോലെ നിങ്ങളുടെ പേരും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.